നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മധുരൈ സ്പെഷ്യൽ ജിഗർത്തണ്ടയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്, ജിഗർത്തണ്ട. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മധുരയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ജിൽ ജിൽ ജിഗർത്തണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിഗർത്തണ്ട ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബദാം പിസിനാണ്. ഈ ബദാം പിസിൻ എടുക്കുന്നത് ബദാം മരത്തിൽ നിന്നാണ്. അതിൻ്റെ ഗമ്മാണ് ഈ ബദാം പിസിനായിട്ട് വരുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് തണുപ്പ് നൽകുന്ന ഒന്നാണ് ഈ ബദാം പിസിന്. നമ്മുടെ ബദാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ ബദാം പിസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. വളരെ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഒന്നാണിത്. ഈ ബദാം പിസിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ജിഗർത്തണ്ട തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം ബദാം പിസിനുണ്ട്. 100 ഗ്രാം ബദാം പിസിന് 40 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് ഇത്രയും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മാത്രം എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു ക്രിസ്റ്റൽ പോലെ, ഒരു കല്ല് പോലെയാണ് ഇതുള്ളത്. ഇത് നമ്മൾ നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി വേണം എടുക്കാനായിട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബദാം പിസിൻ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5 ബദാം പിസിനാണ് എടുത്തിട്ടുള്ളത്. ഇത്രേൻ്റെ ആവശ്യമില്ല, ഇത് ഒരുപാട് കിട്ടും നമുക്ക്. നമ്മൾ വീട്ടിലത്തേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 3 ബദാം പിസിൻ ഇട്ടാൽ മതിയാവും. അപ്പോൾ തന്നെ ഇത് ഒരുപാടുണ്ടാവും വെള്ളത്തിലിട്ട് വരുമ്പോഴത്തേക്കും. എങ്കിലും ഇത് ബാക്കി ഉണ്ടാകും. എന്നാലും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 5 ബദാം പിസിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഓവർ നൈറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതായത് രാത്രിയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്നിട്ട് ഉണ്ടാവും. എന്നാൽ ശരി, ഞാൻ ആവശ്യം പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഒരു നൈറ്റ് ഫുള്ളും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാം പിസിൻ പിന്നെ ഇതുപോലെയാണ് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ അത് ഫുള്ളും നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അധികമായിട്ട് ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം ഫുള്ളും ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ഈ ബദാം പിസിൻ മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമില്ല. ബാക്കി വരുന്നത് ഒരു എയർടൈറ്റ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു മണമോ ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്റർ അളവിൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 500 ml പാലാണ്. ഈ 500 ml പാല് നമ്മൾ 400 ml ആയിട്ട് മാറ്റണം. അപ്പോൾ അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല കട്ടിയുള്ള പാല് വേണം നമ്മൾ ജിഗർത്തണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. പാലിപ്പോൾ നല്ലതുപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ പാലിങ്ങനെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഈ പാൽപ്പാടയൊക്കെ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. നിറയെ പാൽപ്പാടയൊക്കെ വേണം. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കിനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ജിഗർത്തണ്ടയുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ കളറ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗർ കാരമലൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കിട്ടില്ലേ, ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് കരിഞ്ഞിട്ടൊന്നും പോകരുത്, എങ്കിൽ പിന്നെ ആ കരിഞ്ഞ ഒരു മണം ഉണ്ടാവും. നമ്മൾ സാധാരണ ഷുഗർ കാരമലൈസ് തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെ തയ്യാറാക്കിയാൽ മതിയാവും. ഈ ഷുഗർ നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നതല്ല, ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് വേണം നമ്മൾ ചേർക്കാനായിട്ട്. കാരണം ഇത് നല്ല ചൂടാണ്. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ പേരിലാണ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഇരിക്കാനാണ്, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് പോവും. ഇനി നമുക്ക് ഇതും തണുപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ ജിഗർത്തണ്ടയ്ക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ബദാം പിസിൻ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ കാരമലാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി വേണ്ടത് പാലാണ്. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പാല് കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാരമൽ ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് നറുനണ്ടി സർബത്ത് ചേർക്കുകയാണ്. നറുനണ്ടി സർബത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഷുഗർ ചേർത്താലും മതിയാവും.
ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിൽ ജിൽ ജിഗർത്തണ്ട റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇനി ജിഗർത്തണ്ട കുടിക്കാനായിട്ട് നമ്മളിനി മധുരൈ വരെ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.